ഫ്ലവർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ കളറിലെ സിൽക്ക ജെല്ല് പിങ്ക് കളറാകും. രണ്ടാമത് റീചാർജ് ചെയ്യുമ്പോൾ വീണ്ടും മാജിക് സിൽക്ക ജെല്ലിൻ്റെ ബ്ലൂ കളർ തിരിച്ചു വരും. ഇൻഡക്ഷൻ കുക്കറിൽ ഏറ്റവും ലോ ആക്കി കുറേശ്ശെ സിൽക്ക ജെല്ലിട്ട് റീചാർജ് ചെയ്തെടുക്കണം. എന്തെങ്കിലും സ്പൂണ് കൊണ്ട് പയ്യെ ഇളക്കി കൊടുക്കണം, പിങ്ക് ഫുള്ള് ബ്ലൂ ആകുന്നത് വരെ. സിൽക്ക ജെല്ല് ചെറിയൊരു ലെയർ ആഡ് ചെയ്യുക. ജെയ്ഡ് വൈൻ ഫ്ലവർ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ സിൽക്ക ജെല്ല് കൊണ്ട് കവർ ചെയ്യുക. സിൽക്ക ജെല്ല് റീചാർജ് ചെയ്യാൻ തീരെ മിനിമം ആക്കി വെക്കണം. ടെമ്പറേച്ചർ കറക്റ്റ് ചെറിയ ബ്ലൂ കളർ ഹീറ്റ് ആവുന്ന ഭാഗത്ത് കാണാം. ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഫുള്ള് റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ കളറാകും. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത് പോലെ സൗണ്ട് കേൾക്കും. ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുമ്പോൾ അന്നേരം അത് കുറച്ച് നേരം മാറ്റിയിട്ട് പിന്നെയും ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാവുന്നതാണ്. റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രമേ ഫ്ലവർ ഇതിൽ ഡ്രൈ ചെയ്യാൻ വെക്കാവുള്ളൂ. ഫ്ലവേഴ്സ് എല്ലാം സിൽക്ക ജെല്ല് കവർ ചെയ്തിരിക്കണം. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഈ കണ്ടെയ്നർ ടൈറ്റായിട്ട് അടിച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം.